സ്വർഗത്തിലെ അമ്പലത്തിൽ പോയിട്ടുണ്ടോ? ഹൈദരാബാദിലെ സ്റ്റാച്യു ഓഫ് ഇക്വാലിറ്റിയിലേക്ക് വന്നാൽ മതി. വിഷ്ണു ഭഗവാന്റെ 108 ദിവ്യദേശങ്ങളിൽ നിന്നുള്ള അമ്പലങ്ങളുടെ റിപ്ലിക്ക ഇവിടെയുണ്ട്. ശ്രീ രാമാനുജാചാര്യയുടെ സ്റ്റാച്യുവിനെ ചുറ്റിപ്പറ്റിയാണ് ഈ അമ്പലങ്ങൾ അത്രയും. 11ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു ഇന്ത്യൻ ഫിലോസഫർ ആയിരുന്നു രാമാനുജ. കേരളത്തിൽ നിന്നുള്ള നാവാമുകുന്ദ ക്ഷേത്രവും പത്മനാഭസ്വാമി ക്ഷേത്രവും ഉൾപ്പെടെ സ്വർഗത്തിൽ നിന്നുള്ള 2 അമ്പലങ്ങളും ഇവിടെയുണ്ട്. ഇവിടെ പൂജയൊക്കെ കറക്റ്റ് സമയങ്ങളിൽ നടക്കുന്നുണ്ട്. ഇനി മെയിൻ ആയിട്ടുള്ള അട്രാക്ഷൻ ശ്രീ രാമാനുജാചാര്യയുടെ സ്റ്റാച്യുവിനെ കുറിച്ച് പറയാം. 216 അടി ഹൈറ്റിലാണ് ഈ സ്റ്റാച്യു ഓഫ് ഇക്വാലിറ്റി സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ തന്നെ സെക്കൻഡ് ലാർജസ്റ്റ് സിറ്റിംഗ് സ്റ്റാച്യു ആണ് നമ്മൾ ഈ കാണുന്ന സ്റ്റാച്യു ഓഫ് ഇക്വാലിറ്റി. ഹൈദരാബാദിൽ നിന്ന് ഒരു 40 കിലോമീറ്ററിനുള്ളിൽ ട്രാവൽ ചെയ്ത് വന്ന് കാണാൻ പറ്റിയ ഒരു നല്ലൊരു ടൂറിസ്റ്റ് സ്പോട്ട് തന്നെയാണ് കേട്ടോ അത്. നമ്മൾ ഈ കാണുന്നതാണ് ശ്രീ രാമാനുജാചാര്യയുടെ സ്റ്റാച്യു. പഞ്ചലോഹത്തിലാണ് ഈ സ്റ്റാച്യു കവർ ചെയ്തിട്ടുള്ളത്. ഏതാണ്ട് 1000 കോടി രൂപയാണ് ഇതിന് മുടക്കുമുതലായിട്ട് വന്നിട്ടുള്ളത്. അതിൽ ഭൂരിഭാഗവും തന്നെ ഭക്തരുടെ ഭാഗത്തു നിന്നുള്ള ഡൊണേഷനാണ്. 2022 ഫെബ്രുവരി 5 പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയാണ് ഇതിന് ഉദ്ഘാടനം നിർവഹിച്ചത്. ടൈമിങ്സ് പറയുകയാണെങ്കിൽ മൺഡേ ടു ഫ്രൈഡേ രാവിലെ 10:30 തൊട്ടിട്ട് രാത്രി 8 മണി വരെയും, ശനിയും ഞായറും 10:30 തൊട്ടിട്ട് രാത്രി 8:30 വരെയുമാണ്. ബുധനാഴ്ച ലീവാണ്. പിന്നെ അഡീഷണൽ പെർഫോമൻസ് ഒക്കെ ഉണ്ടാവുന്നതാണ്. അതൊക്കെ നമുക്ക് അവരുടെ വെബ്സൈറ്റ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഓൺലൈൻ ബുക്കിങ്ങും ഉണ്ട് കേട്ടോ. ഞങ്ങൾ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടാണ് പോയത്. ഇനി ടിക്കറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ അഡൾട്ട്സിന് 250 രൂപയും കിഡ്സിന് 5 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് 125 രൂപയാണ്. അത് ഡിപ്പെൻഡ് ചെയ്യും. അന്നത്തെ പെർഫോമൻസിനനുസരിച്ച് ഇതിൽ എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങൾ വരാം. കറക്റ്റായിട്ട് അറിയണമെങ്കിൽ അന്നത്തെ ദിവസം അവരുടെ വെബ്സൈറ്റ് നോക്കി ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ടുള്ള ഡീറ്റെയിൽസ് അറിയാം. ഡ്രസ് കോഡ് നിർബന്ധമാണ്. വെസ്റ്റേൺ വെയറുകൾ, ഷോർട്ട് ഡ്രസ്സ്, സ്ലീവ്ലെസ് ഒന്നും അവർ സമ്മതിക്കില്ല. ഇന്ത്യൻ വെയർ ഏതെങ്കിലും ഇട്ട് പോകുന്നതാണ് നല്ലത്. മൊബൈൽ ഫോണും ക്യാമറയും ഒക്കെ ബാൻഡാണ്. അതൊക്കെ നമ്മൾ കയറുന്നതിന് മുന്നേ പുറത്ത് കൊടുത്തിട്ട് വേണം നമ്മൾ പോകാനായിട്ട്. അതുകൊണ്ട് തന്നെ അകത്തുനിന്നുള്ള വിഷ്വൽസ് ഒന്നും നമ്മുടെ കയ്യിലില്ല. ഈ കാണുന്ന സ്റ്റാച്യുവിനെ ചുറ്റിപ്പറ്റിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ 108 ദിവ്യദേശങ്ങളിൽ നിന്നുള്ള അമ്പലങ്ങൾ. അത് കണ്ടു തീർക്കാനായിട്ട് മിനിമം നമുക്കൊരു 2 മണിക്കൂറെങ്കിലും എന്തായാലും വേണം. അതുകൊണ്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് പോകണം. പെട്ടെന്ന് ഓടിച്ചെന്ന് പോയി കണ്ടു തീർത്ത് വരാൻ പറ്റുന്ന ഒരു സംഗതിയല്ല. ഈവനിങ് ടൈമിൽ പോവുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. കാരണം അവരുടെ പെർഫോമൻസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ലേസർ ഷോ, അങ്ങനെ കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ കണ്ട് നമുക്ക് തൊഴിലും കഴിഞ്ഞ് ഈ ഷോയിൽ കണ്ട് തിരിച്ചു പോരാം. ഈ കാണുന്ന ശ്രീ രാമാനുജാചാര്യയുടെ സ്റ്റാച്യു ഉള്ളത് 27 അടി ഡയമീറ്ററുള്ള താമരയിലാണ്. ആ താമര ക്യാരി ചെയ്യുന്നതാണെങ്കിലോ 36 ആനകളാണ്. വേദിക് ഡിജിറ്റൽ ലൈബ്രറി, റിസർച്ച് സെന്റർ, തിയേറ്റർ, മെഡിറ്റേഷൻ ഹാള്, ഇത്രയും കാര്യങ്ങൾ മെയിൻ ബിൽഡിങ്ങിലുണ്ട്. നമ്മൾ ഈ കണ്ട വലിയ സ്റ്റാച്യുവിൻ്റെ താഴെ തന്നെയാണ് ബേസ് ബിൽഡിങ്. അവിടെയാണ് ശ്രീ രാമാനുജാചാര്യയുടെ 120 കിലോ സ്വർണം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള സ്റ്റാച്യു ഉള്ളത്. അദ്ദേഹം 120 വർഷം ജീവിച്ചിരുന്നത് കൊണ്ടാണത്ര ഈ 120 കിലോ സ്വർണം കൊണ്ടുള്ള സ്റ്റാച്യു. ഈ സ്റ്റാച്യുവിൻ്റെ ഇനോഗ്രേഷൻ നടത്തിയത് 2022 ഫെബ്രുവരി 13 പ്രസിഡന്റ് രാംനാഥ് കോവിന്ദ് ആയിരുന്നു. ഒരുപാട് നടക്കാനുണ്ട്. നടന്ന് കുട്ടികളൊക്കെ നല്ല ടയേർഡ് ആയതുകൊണ്ടും പിന്നെ പെർഫോമൻസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ട്രാഫിക് ആയിരിക്കും എന്നുള്ളതുകൊണ്ടും ഞങ്ങൾ പെർഫോമൻസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ അവിടെ നിന്ന് ഇറങ്ങി. ഇനി ഒരിക്കലും പെർഫോമൻസ് കാണാനായിട്ട് വരാം എന്നുള്ളൊരു പ്രതീക്ഷയോട് കൂടിയിട്ട്. നമുക്ക് ഫോട്ടോസ് ഒന്നും എടുക്കാൻ പറ്റില്ലെങ്കിലും അവരുടെ ഫോട്ടോഗ്രാഫർമാർ അകത്തുണ്ട്. ഫ്രീ ക്ലിക്കാണ്. അവർ ഫോട്ടോസ് ക്ലിക്ക് ചെയ്യും. നമുക്ക് ഈ പുറത്ത് ഇറങ്ങുന്നിടത്ത് തന്നെയാണ് ഈ ഡെസ്ക്. ഇവിടെ വന്നിട്ട് നമുക്ക് ഫോട്ടോസ് നോക്കാം. ഇഷ്ടമായെങ്കിൽ നമുക്ക് പ്രിൻ്റ് ഔട്ട് എടുക്കാം. ഞങ്ങളെടുത്ത പ്രിൻ്റ് ഔട്ട് എടുത്ത ഫോട്ടോസ് ഞാൻ ഈ വീഡിയോൻ്റെ അവസാനം ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ ഞാനൊരു കാര്യം വിട്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് എക്സ്ട്രാ കാശ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഓഡിയോ റെക്കോർഡിംഗ് കൂടി എടുക്കാം. അവരുടെ ഫോണാണ് തരിക. അതിൽ ഓരോ സ്ഥലങ്ങളുടെയും ഓരോ അമ്പലങ്ങളുടെയും കറക്റ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ള ഒരു ഓഡിയോ റെക്കോർഡിംഗ് ആയിരിക്കും. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ടൈം പോകുന്നതുകൊണ്ട് ഞങ്ങൾ എന്തായാലും അത് എടുത്തു. പക്ഷേ ഞങ്ങൾക്കത് യൂസ് ചെയ്യാനൊന്നും പറ്റിയില്ല. കാരണം അതിനുള്ള സമയമൊന്നും ഉണ്ടായില്ല.
അതിൻ്റെ ആവശ്യം സത്യം പറഞ്ഞാൽ ഇല്ല. പിന്നെ നിങ്ങളുടെ ഇഷ്ടം. ഓരോ അമ്പലങ്ങളുടെ മുന്നിലും ഒരു സ്ക്രീൻ അവർ വെച്ചിട്ടുണ്ട്. അതിൽ കറക്റ്റായിട്ട് അവർ എവിടെ നിന്നുള്ള അമ്പലമാണ് അത് എന്നുള്ളത് കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ ഓരോ അമ്പലത്തിൻ്റെ അടുത്ത് എത്തുമ്പോഴും അവിടുത്തെ പൂജാരിമാർ നമ്മുടെ അടുത്ത് വന്നിട്ട് നമുക്ക് അവിടുത്തെ ഭഗവാനെ പ്രാർത്ഥിക്കേണ്ടതായിട്ടുള്ള നാമങ്ങൾ ചൊല്ലിത്തരും. ഞങ്ങൾ പോയി എന്ന് അവിടെ ആരതിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് പുറത്തുനിന്നാണ്. അപ്പം നമുക്ക് തോന്നും ശരിക്കും അത് കണ്ടിട്ട് ഇറങ്ങായിരുന്നു എന്നൊക്കെ. പക്ഷെ അത്ര എളുപ്പമല്ല. കാരണം കുട്ടികളൊക്കെ ഉള്ളതല്ലേ, അവരാകെ ക്ഷീണിച്ചും പോയി, നല്ല വിശപ്പും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വേഗം അവിടെ നിന്ന് ഇറങ്ങി. മൊത്തത്തിലൊരു പോസിറ്റീവ് വൈബാണ്. ഇതുവരെ പോവാത്ത ഹൈദരാബാദുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് പോയി കാണാം കേട്ടോ. മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്.